എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കുന്നത് വ്യത്യസ്തമായ ഒരു ടോപ്പിക്കാണ്. NRIസിന് എങ്ങനെ മാക്സിമം റിട്ടേണോടുകൂടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതിനുള്ള 5 വഴികൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഞാൻ ജിയോ ജോർജ് ജേക്കബ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഇന്ന് ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് ഒരുപാട് രീതികൾ നിലവിലുണ്ട്. അതിൽ തന്നെ NRIസിന് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള ഒരുപാട് രീതികളുണ്ട്. പക്ഷേ നമ്മൾ ഓരോരുത്തരും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ തന്നെയാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. NRIസിന് അവരുടെ ഫണ്ട് ഡോളറിൽ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന രീതി മുതൽ അവരവരുടെ റിസ്ക് എടുക്കാനുള്ള കഴിവനുസരിച്ച് പല രീതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റീസെൻ്റ് ആയിട്ടുള്ള വർഷങ്ങളിൽ നമുക്ക് NRIസിൻ്റെ സൈഡിൽ നിന്നും ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഇൻട്രസ്റ്റ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ട കാരണമായിട്ടുള്ളത് ഇന്ത്യ വളരുന്ന, അതായത് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു എക്കോണമിയാണ് എന്നതാണ്. എന്നാൽ പലരെയും ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് അവരെ മാറ്റുന്നത് അതിൽ അടങ്ങിയിരിക്കുന്ന റിസ്ക്കും അതുകൂടാതെ ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പിക്ക് വരുന്ന മൂല്യവ്യത്യാസവുമാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണ് ഏതൊക്കെയാണ് ആ 5 രീതികൾ. ആദ്യത്തേത് ഇക്വിറ്റി, മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് സ്റ്റോക്സ് ആണ്. നമ്മളെല്ലാവരും പറയുന്നത് പോലെ തന്നെ നേരിട്ട് മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുന്നതിലൂടെയും സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെയും നമുക്ക് ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറിയിൽ പാർട്ടാവാൻ സാധിക്കും. അതിനുവേണ്ടി നമുക്ക് ആവശ്യം ഒരു PIS അക്കൗണ്ടാണ്. PIS എന്നാൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം. അങ്ങനത്തെ ഒരു അക്കൗണ്ട് നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ഈ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ആവശ്യം ആദ്യമായി PIS അക്കൗണ്ട് എടുക്കുകയും അതിനുശേഷം ഒരു നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഒരു നോൺ റെസിഡൻറ്റ് ഓർഡിനറി സേവിങ്സ് അക്കൗണ്ട് വഴി PIS അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ചതിന് ശേഷം നമ്മുടെ ബ്രോക്കറിൽ നിന്ന് നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങാവുന്നതാണ്. മറ്റൊരു രീതി, നമ്മൾ മ്യൂച്വൽ ഫണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ KYC കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിഷ്ടമുള്ള മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് നമ്മൾ ഇന്ത്യൻ റുപ്പി എന്ന ഡിനോമിനേഷനിലായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിൽ തന്നെ നമുക്ക് ഗുജറാത്ത് ഇൻ്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി വഴി, അതായത് ഗിഫ്റ്റ് സിറ്റി വഴി നമുക്ക് ഡോളർ ഡിനോമിനേഷനിൽ മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. മ്യൂച്വൽ ഫണ്ടല്ല, അത് ശരിക്കും ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്സിലാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുക. ഈ ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകൾ ശരിക്കും ഒരു ഫീഡർ ഫണ്ടാണ്. അതായത് ഈ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുക ഡൊമസ്റ്റിക് മ്യൂച്വൽ ഫണ്ടുകളിലാണ്. ഇതിൽ NRIസിന് ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഗിഫ്റ്റ് സിറ്റി AIF ഗിഫ്റ്റ് സിറ്റി റൂട്ടിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കുള്ള പോസിറ്റിവിറ്റി എന്താണെന്ന് വെച്ചാൽ അവർക്ക് ടാക്സ് ഒന്നും അടയ്ക്കേണ്ടതില്ല. സ്വന്തം കൺട്രിയുടെ ടാക്സ് ഏതാണോ ആ ടാക്സ് റെജീമിൽ മാത്രമേ നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് $1,50,000, അതായത് ഏകദേശം 1 കോടിക്ക് മുകളിലാണ് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് വരിക. ഗിഫ്റ്റ് നിഫ്റ്റിയിലുള്ള ഈ ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് വേരിയസ് സെക്ടേഴ്സിലോട്ട് റിസ്ക് കുറഞ്ഞ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും ഈ മ്യൂച്വൽ ഫണ്ടിലും AIFൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ. അതുകൂടാതെ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന നിലയിൽ ഒരുപാട് മേഖലകളിലേക്കും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം, സ്റ്റോക്കുകൾ വളരെയധികം വോളറ്റൈലാണ്. അതുകൊണ്ട് തന്നെ സ്റ്റോക്കിൻ്റേതായ വോളറ്റിലിറ്റി ഈ ഫണ്ടുകളിലും കാണിക്കുന്നതാണ്. രണ്ടാമത്തെ രീതിയാണ് ഗ്ലോബൽ ഗിഫ്റ്റ് സിറ്റി ഫണ്ടുകൾ. ഗ്ലോബൽ ഗിഫ്റ്റ് സിറ്റി ഫണ്ടുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ NRIസിന് ഇന്ത്യയുടെ ബോർഡേഴ്സിന് പുറത്തേക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇൻ്റർനാഷണൽ സ്റ്റോക്കുകൾ, ബോണ്ടുകൾ, മറ്റ് അസറ്റ് ക്ലാസുകൾ എന്നിവയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഗ്ലോബൽ ഗിഫ്റ്റ് സിറ്റി ഫണ്ടുകൾ. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, US, യൂറോപ്പ്, ജപ്പാൻ എന്നിവ വികസിച്ച മാർക്കറ്റുകളാണ്. ഈ മാർക്കറ്റുകളിൽ ലോ വോളറ്റിലിറ്റിയിൽ നമുക്ക് സ്റ്റോക്കുകൾ കിട്ടും. അതേസമയം ഇന്ത്യയിൽ ഹൈ വോളറ്റിലിറ്റിയാണ്, ഗ്രോത്ത് റേറ്റും അതുപോലെ തന്നെ ഹൈ ആയിരിക്കും. അപ്പോൾ ലോ റിസ്ക് ടോളറൻസ് ഉള്ളവർക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡുകളിലൂടെ ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ രീതിയാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസസ്. ഇത് പേഴ്സണൽ വെൽത്ത് മാനേജ്മെൻറ്റ് സർവീസസ് ആണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുക. പ്രൊഫഷണൽ മാനേജേഴ്സിൻ്റെ എക്സ്പെർട്ടൈസ് ഉപയോഗിച്ച് ഓരോരുത്തരുടെയും പേഴ്സണൽ റിസ്ക് ടോളറൻസ് അനുസരിച്ചുള്ള സ്റ്റോക്കുകളിലായിരിക്കും ഇവർ എൻട്രി എടുക്കുക. സ്റ്റോക്കുകളിൽ മാത്രമല്ല, ബോണ്ടുകളിലും മറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിലുമായിരിക്കും ഇവർ എൻട്രി എടുക്കുക. മ്യൂച്വൽ ഫണ്ടിൽ നിന്നും പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസസിനുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസസ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫിനാൻഷ്യൽ ഗോൾസിനും മാർക്കറ്റ് ഔട്ട്ലുക്സിനും അനുസരിച്ച് പോർട്ട്ഫോളിയോ മാറ്റി ചെയ്യാൻ സാധിക്കും. മ്യൂച്വൽ ഫണ്ട് വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് മതിയെങ്കിൽ ഈ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിനും AIF ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഹൈ ഇനീഷ്യൽ കോസ്റ്റാണ്. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസസിന് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 50 ലാഖാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഇപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. അടുത്തതൊരു ടാഞ്ചിബിൾ അസറ്റാണ്, അത് റിയൽ എസ്റ്റേറ്റ് ആണ്. NRIസിൻ്റെ ക്ലാസിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചോയ്സ് ആണ് റിയൽ എസ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെ അതിൽ ഞാൻ അധികം എക്സ്പ്ലനേഷൻ തരേണ്ട ആവശ്യമില്ല. കുറഞ്ഞ ലിക്വിഡിറ്റി ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു ഇഷ്യൂ ആണെങ്കിൽ കൂടി അതൊരു ടാഞ്ചിബിൾ അസറ്റ് എന്ന രീതിയിലും വളരെ ലോങ് ടൈം ഹോൾഡ് ചെയ്താൽ നമ്മൾ വിചാരിക്കുന്നതിനും എത്രയോ ഇരട്ടി ലാഭം ഉണ്ടാക്കി തരുന്ന ഒരു അസറ്റ് എന്ന രീതിയിലും റിയൽ എസ്റ്റേറ്റ് വളരെ നല്ലത് തന്നെയാണ്. ഇപ്പോൾ ഒരല്പം അതിൻ്റെ പകിട്ട് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും റിയൽ എസ്റ്റേറ്റ് ഒരു എവർഗ്രീൻ അസറ്റ് തന്നെയാണ്. മറ്റൊരു കാര്യം, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് NRIസിന് എന്തെങ്കിലും തിരിച്ച് ഇന്ത്യയിൽ വന്ന് സെറ്റിൽ ചെയ്യണമെങ്കിലും അത് വളരെ ഗുണകരമായിരിക്കും.
അഞ്ചാമത്തെ അവസാനത്തെ രീതിയാണ് നാഷണൽ പെൻഷൻ സ്കീം. NPS എന്നറിയപ്പെടുന്ന നാഷണൽ പെൻഷൻ സ്കീം ഗവൺമെൻറ് ബാക്ക് ചെയ്തിട്ടുള്ള റിട്ടയർമെൻറ്റ് സ്കീമാണ്. അത് ഇപ്പോൾ NRIസിനും ഓപ്പൺ ആണ്. നാഷണൽ പെൻഷൻ സ്കീം ഇക്വിറ്റിയിലും ഡെപ്റ്റിലും മിക്സ് ചെയ്താണ് ഇൻവെസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള റിസ്ക് കുറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും. റിട്ടയർമെൻ്റ് ആണ് അതിൽ ഉദ്ദേശിക്കുന്നത്. NPSൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മച്യൂരിറ്റി ടൈമിൽ 60% ഓഫ് NPS കോർപ്പസ് ടാക്സ് ഫ്രീ ആയിരിക്കും. അതേസമയം 40% ആനുവിറ്റി പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് ഇൻകം ടാക്സ് സ്ലാബ് പ്രകാരം ടാക്സബിൾ ആണ്. ഈ ഒരു രീതിയിലൂടെ നമുക്ക് NPS ഒരു ടാക്സ് എഫിഷ്യൻറ്റ് മെത്തേഡാണെന്ന് കാണാൻ സാധിക്കും. നമ്മൾ ഈ 5 കാര്യങ്ങൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമായി നമ്മുടെ റിസ്ക് പ്രൊഫൈൽ തയ്യാറാക്കേണ്ടതാണ്. നമ്മൾ എത്രത്തോളം നമുക്ക് റിസ്ക് എടുക്കാൻ സാധിക്കും, നമുക്ക് ഏതെല്ലാം രീതിയിൽ ഡൈവേഴ്സിഫൈഡ് ആണ് നമ്മുടെ ഫണ്ടുകൾ, ഗോൾഡിൽ എത്രയുണ്ട്, റിയൽ എസ്റ്റേറ്റിൽ എത്രയുണ്ട്, അതേപോലെ തന്നെ ഹൈ റിസ്ക് ഉള്ള സ്റ്റോക്കുകളിൽ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് എന്നുള്ളതെല്ലാം നമ്മൾ എത്ര വേണം എന്നുള്ളതെല്ലാം നമ്മൾ ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്ന പൊട്ടൻഷ്യലിൽ മാത്രമേ നമ്മൾ നമ്മുടെ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. ഇന്ത്യൻ ഗ്രോത്ത് സ്റ്റോറിയിൽ വിശ്വസിക്കുന്ന NRIs, അതായത് NRIസിന് പുറത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഗ്രോത്ത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് അത്രയധികം ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഡോളർ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അങ്ങനെ, റിസ്ക് കുറഞ്ഞ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ, ആ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇപ്പോൾ ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ ലഭ്യമാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.